ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഭാവനയുടെ ക്ലൈമാക്സ് ഫൈറ്റിലേക്കാണ്. അപ്പോൾ 3-3.5 കൊല്ലത്തെ നമ്മുടെ ആ ഒരു ജൈത്രയാത്ര ഇവിടെ നമ്മൾ പര്യവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ ഒരു വലിയൊരു ഫ്ലോറാണ്. ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള ഒരു ഫ്ലോറാണത്. ഇത് ഗോഡൗൺ ആയിട്ടും അല്ലെങ്കിൽ വലിയ വലിയ ബാർ DJ സെറ്റപ്പുകളായിട്ടൊക്കെ ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യാറുണ്ട്. അത് നമ്മൾ ആട്ടുകാർ അതിനനുസരിച്ച് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ ഫൈറ്റ് ഇവിടെ ചെയ്താലോ എന്നുള്ളൊരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻ ചെയ്തെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ വേറൊരു ഫ്ലോറുണ്ട്, ചെറിയൊരു ഫ്ലോർ. അപ്പോൾ അതിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഇതിൻ്റെ മുകളിലത്തെ ഈ പലകൾ കണ്ടോ, ഇവിടെയാണ് നമ്മൾ ലൈറ്റൊക്കെ ഹാങ് ചെയ്തിട്ടിട്ട് പല ഡിസൈൻസും സംഭവങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ മുകളിലത്തെ ഇവിടെ വന്നു, ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നൈറ്റ് പോകുമെന്ന് പറയുന്നുണ്ട്. നൈറ്റ് പോകാതെ നമ്മൾ മാക്സിമം നോക്കാമെന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ സന്ധ്യ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, നമ്മളിങ്ങനെ ലൊക്കേഷൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരറ്റത്തുനിന്ന് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു, റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ കൂടുതൽ അപകടങ്ങൾ അതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പല പ്രാവശ്യം റിഹേഴ്സലൊക്കെ ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. കാരണം മറ്റേ ആക്ഷൻ സീക്വൻസ് പോലെയല്ലല്ലോ, കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. കൂടെ നിൽക്കുന്ന ആൾ രണ്ടുപേർക്കും ഒരു ടൈമിംഗ് ഇല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതൽ അപകടങ്ങളിലേക്ക് പോകും. അപ്പോൾ നമ്മളതിങ്ങനെ പല പല പോർഷൻസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ എടുക്കുന്നത് ഗായത്രി അമ്മയെ കാണാനില്ല, നമ്മളിവിടെ കണ്ടെത്തിയിരിക്കുന്നു. അതായത് ഭാവനയുടെ അമ്മയെ കണ്ടെത്തി നമ്മൾ തിരിച്ച് കൊണ്ടുവരികയാണ് വീട്ടിലേക്ക്. ആ സെക്ഷനാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഗായത്രി അമ്മയുടെ പോർഷൻസ് ക്ലോസുകളും സംഭവങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഫൈറ്റിലേക്ക് കടക്കാമെന്നുള്ള തീരുമാനത്തിൽ അതൊക്കെ എടുത്തിരിക്കുകയാണ്. ഞങ്ങളുടെ പോർഷൻസിന് വേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. എൻ്റെ ഇടയിൽ നമ്മൾ 2-3 പ്രാവശ്യം ഇപ്പോൾ റിഹേഴ്സൽ ചെയ്തു. എന്നിട്ട് വേണം ഇനിയിപ്പോൾ നമ്മൾ ഷൂട്ടിലേക്ക് പോവാണ്. നമ്മുടെ പോർഷൻസ് എടുക്കാൻ പോകുന്നു. എല്ലാവരും നോക്കാം. ഇവിടെ പോകുന്നില്ല. നോക്കേണ്ടി വരും. ആ ഗ്ലാസ് ഓടിച്ചോണ്ട് വലിയ പാടാ. എഴുന്നേറ്റ് പോയിട്ട് Action! 9! Roll. Surya Kandekya. Action. Okay, നന്നായിരുന്നു.
ആക്ഷൻ ഇടിച്ചു പോയി വാ അടുത്ത വാ നമുക്ക് പിടിക്കാനോ ആക്ഷൻ അങ്ങനെ ഞങ്ങളുടെ ഗായത്രി അമ്മയെ രക്ഷിച്ചു. ഇനി ഞങ്ങളുടെ ബാനുവിനെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. അങ്ങനെ ബാനുവിനെ രക്ഷിക്കേണ്ട സ്പോട്ടിലെത്തിയിരിക്കുന്നു. ഇതും ചിത്രാഞ്ജലി തന്നെ വേറൊരു പോർഷനിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാനുവിനെ രക്ഷിക്കാൻ വരികയാണ്. അവിടെ ഇതുപോലെ നമ്മൾ റിഹേഴ്സൽ ചെയ്യുന്നു. 2 ഫൈറ്റും അത്യാവശ്യം കൊള്ളായിരുന്നു. നന്നായി റിഹേഴ്സൽ ചെയ്ത കാരണം പിന്നെ മൊത്തത്തിൽ നല്ല രസമുള്ളൊരു ഫൈറ്റായിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു നമുക്കത് ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ബാനുവിനെ രക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ പക്ഷേ ഞങ്ങളുടെ ഈ ഷോട്ടിൻ്റെ ഇടയിൽ ചെറുതായിട്ട് ബാനുവിന് ചെറിയ പണി കിട്ടി. ഞങ്ങൾ പെട്ടെന്ന് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ബാനുവിനെ താഴെ വെച്ചപ്പോൾ പെട്ടെന്ന് കാലിലൊരു തട്ട് കിട്ടിയായിരുന്നു. അപ്പോൾ അതിൽ നല്ല കുറച്ച് പെയിൻ എടുത്തു. 2 ദിവസത്തേക്ക് ഒരു ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു മുട്ടിന്. പിന്നെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോയി. പക്ഷേ ആ മുട്ടിന് തട്ട് കിട്ടിയ കാരണം ആ സമയത്ത് നല്ല പെയിൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് സഹിച്ച് പാവം പിന്നെ ബാക്കിയുള്ള ഷൂട്ട് ഫുള്ള് തീർത്തു കിട്ടും. പിന്നെ ബാക്കി ഫൈറ്റ്സ് എല്ലാം ഭയങ്കര രസമായിരുന്നു. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഭാവനയുടെ തുടക്കത്തിൽ ഞങ്ങൾ ഇതുപോലെ ഫൈറ്റ് ചെയ്തിരുന്നു. അതും ഇതുപോലെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു. അത് കുറച്ചുകൂടി സ്റ്റണ്ട് ചെയ്യുന്ന പിള്ളേരായിരുന്നു. അത് കുറച്ചുകൂടി ഞങ്ങൾക്ക് ഭയങ്കര രസമായിട്ട് കാണിച്ചിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ അത്രയും നന്നായിട്ടൊരു ഫൈറ്റ് ചെയ്യുന്നു. പിന്നെ കുറച്ച് സമയമുള്ളെങ്കിലും ചെയ്ത് നല്ല അടിപൊളി ഫൈറ്റായിരുന്നു. ഭയങ്കര ഇഷ്ടമായ ഫൈറ്റായിരുന്നു ക്ലൈമാക്സ് ഫൈറ്റ് ഞങ്ങളുടെ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയണ്ടായിരുന്നില്ല ഇത് ക്ലൈമാക്സ് ഫൈറ്റാണ്. പിന്നെ എല്ലാം ഒരു സുപ്രഭാതത്തിലായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ കണ്ടിരുന്ന് പറയുമ്പോൾ ഒരു ഫീല് കുറേ നമുക്ക് കുറച്ച് മെമ്മറീസ് ഇങ്ങനെ നമ്മൾ അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനെ ക്ലോസ് ചെയ്തേക്കണേ. ലാസ്റ്റ് തലയ്ക്ക് മണ്ടയ്ക്ക് അടിച്ച് ഫിനിഷ് ചെയ്തേക്കണേ. ആക്ഷൻ. അങ്ങനെ ഞങ്ങൾ അതിസാഹസികമായി ഞങ്ങളുടെ ഭാനുവിനെയും ഗായത്രി അമ്മയെ രക്ഷിച്ചിരിക്കുന്നു ഗായ്സ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ക്ലൈമാക്സ് ഫൈറ്റിൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാവരും കാത്തിരിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.